എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളോടുകൂടെ നമ്മുടെ സ്നേഹം നിറഞ്ഞ ജോളി അച്ഛനുണ്ട്, ഫാദർ ജോളി വടക്കൻ. അദ്ദേഹം ഇപ്പോൾ വലിയ ഒരു സ്ഥാനത്തിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട രൂപതയുടെ വികാരി ജനറലായിട്ട് ജോലി ചെയ്യുന്നു. എങ്ങനെയുണ്ട് അങ്ങയുടെ പ്രവർത്തന ശൈലിയും പ്രവർത്തന തലങ്ങളും എങ്ങനെ പോകുന്നു? ജോസ്, വലിയൊരു സ്ഥാനം എന്ന് പറയുന്നതിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. നമ്മളൊക്കെ ഇവിടെ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം എന്താണോ അത് നിർവഹിക്കുക. അതിൻ്റെ സ്ഥാനവും വലിപ്പവും മഹത്വവും നോക്കിയിട്ടല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട രൂപതയുടെ വികാരി ജനറൽ എന്ന നിലയിൽ അഭിമന്യ പിതാവ് പറയുന്ന കാര്യങ്ങൾ രൂപതയുടെ ആവശ്യമനുസരിച്ച് ദൈവഹിതം നിർവഹിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വികാരി ജനറൽ സ്ഥാനമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നു. പലരുടെയും പല കാര്യങ്ങളിലും ഒരു വികാരി ജനറൽ, വികാരിമാരുടെ എല്ലാം ഉത്തരവാദിത്വം മധ്യസ്ഥനായിട്ടാണ് അങ്ങ് പ്രവർത്തിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. അതായത് വികാരി ജനറലിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമുക്ക് പിതാവിന് സഹായിക്കുക, പിതാവ് പറയുന്ന കാര്യങ്ങൾ, പിതാവിന് പകരക്കാരനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. വികാരി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പകരക്കാരൻ എന്നാണ്. വികാരി ജനറൽ എല്ലാ ഇതിൻ്റെയും ദൗത്യം പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിതാവ് പറയുന്നതനുസരിച്ച് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുക. അങ്ങ് യൂറോപ്പിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറി വരുന്നു, യൂറോപ്പ് വേറൊരു രീതിയിലേക്ക് മാറുന്നു, അവിടെ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ ചില കാരണങ്ങളാൽ അതൊന്നും സത്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ചില സ്ഥലത്തൊക്കെ വിശ്വാസങ്ങളുണ്ട് യൂറോപ്പിലാണെങ്കിൽ തന്നെയും. അപ്പോൾ അതിൻ്റെ ആ മാനദണ്ഡങ്ങൾക്ക് ഇപ്പം നമ്മൾ ഇവിടുന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു, ഒരു വലിയ സംഖ്യയായിട്ടുള്ള യുവജനങ്ങൾ പുറത്തേക്ക് പോകുന്നു അവരുടെ കാര്യങ്ങൾക്ക്. അപ്പം നമ്മുടെ ആ സഭാ രീതിയിൽ അജപാലന കർമ്മത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ? ഈ ചോദ്യം അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് യൂറോപ്പിനെയും ഇന്ത്യയെയും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയെയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ സമൂഹവും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇനി വിശ്വാസം എന്ന് പറയുന്നതും അത് ഓരോ കാലഘട്ടത്തിലും സ്ഥലകാല വ്യത്യാസമനുസരിച്ച് അതിൻ്റെ പ്രായോഗിക തലങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. വിശ്വാസത്തെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി വയ്ക്കാം, ഇങ്ങനെ ചിന്തിക്കാം വിശ്വാസത്തെക്കുറിച്ച്. അതായത് ഒന്ന്, ഏറ്റുപറയുന്ന വിശ്വാസമുണ്ട്, കൺഫസിങ് ഫെയ്ത്ത് ഓർ ബിലീവിങ് ഫെയ്ത്ത്. ഞാൻ എന്തിലാണ് അടിസ്ഥാനപരമായുള്ള വിശ്വാസം നമുക്കുള്ളത്? അപ്പോൾ അത് ഏകസത്യ ദൈവമായിട്ടുള്ള പിതാവായ ദൈവത്തിലുള്ള വിശ്വാസവും, ത്രിത്വേക ദൈവം പുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസവും, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസവും, ത്രിത്വേക ദൈവത്തിലുള്ള വിശ്വാസമാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പ്രഘോഷിക്കുന്നത്. ആ ക്രിസ്തു ഏകരക്ഷകനാണ് എന്ന ഒരു വിശ്വാസത്തിലേക്ക് ആളുകളെ നയിക്കുക എന്നുള്ളതാണ് സഭയുടെ ഒരു വലിയ ദൗത്യവും. അത് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ ഒരു വിശ്വാസവും പ്രഘോഷിക്കുന്ന വിശ്വാസവും സ്വീകരിക്കുന്ന വിശ്വാസവും ജീവിക്കുന്ന വിശ്വാസവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം പ്രവർത്തിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ അതിന് എന്നെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറേണ്ടത് ഇത് എൻ്റെ വിശ്വാസം സംബന്ധിക്കുന്നൊരു വിഷയമാണോ? ആ ഒരു വിശ്വാസത്തെ സംബന്ധിക്കുന്ന വിഷയമാണെങ്കിൽ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാനൊരു മാനദണ്ഡം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ മോഷ്ടിക്കരുത് എന്ന് പ്രമാണത്തിൽ പറയുന്നുണ്ട്. ഞാൻ മോഷ്ടിക്കുന്നത് പ്രമാണം എന്നോട് അനുശാസിക്കുന്നതിൻ്റെ പേരിലാണോ, അതോ അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നൊരു മൂല്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരിക്കലും എന്നെ ഭാരപ്പെടുത്തുന്നൊരു വിഷയമായിട്ട് മാറില്ല. പ്രത്യുത ഞാനത് എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ലീഡിങ് പ്രിൻസിപ്പിളായിട്ട് ഞാനതിനെ കാണും. അങ്ങനെയാണ് ഓരോ തലങ്ങളെക്കുറിച്ചും കാണേണ്ടത്. അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം എന്ന് ഞാൻ പറയുന്നതിനെ അത് പ്രായോഗിക തലത്തിലേക്ക് ഒരു വിശ്വാസം എന്തുമാത്രം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ക്രിസ്മസിനൊരുക്കമായിട്ട് ലെൻറ്റ് സീസണുണ്ട്, അല്ലെങ്കിൽ അഡ്വെൻറ്റ്. നമുക്കിവിടെ ലെൻറ്റാണ്, പക്ഷേ യൂറോപ്പിൽ നമുക്കതൊരു ലെൻറ്റ് അല്ല നമുക്ക്. പക്ഷേ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാക്ടീസ് ചെയ്ത ചില കാര്യങ്ങളിൽ 25 ദിവസം പള്ളിയിൽ പോകുന്നു, 25 ദിവസം മത്സ്യവും മാംസവും വേണ്ട എന്ന് വെക്കുന്നു, അല്ലെങ്കിൽ അവന് ഏറ്റവും താല്പര്യമുള്ള ചില കാര്യങ്ങളോട് നോ പറയുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം എനിക്കിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്കത് ജീവിക്കാൻ പറ്റുമോ? അതോ ഞാൻ അവിടെ ഗോ വിത്ത് ദ ഫ്ലോ,
അവരെല്ലാവരും അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും മാറുന്നു. അതാണോ ഞാൻ പറയുക? അതോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഞാൻ വളർന്നു വന്നപ്പോൾ തുടങ്ങി കാണുന്നത്. ഇപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് എല്ലാ നോമ്പും കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. ഇത് കണ്ടു വളർന്ന് ഞാൻ യൂറോപ്പിലായാലും അമേരിക്കയിലായാലും കാനഡയിലായാലും ഓസ്ട്രേലിയയിലായാലും എവിടെയായാലും ഞാൻ ഇത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി സ്വീകരിക്കുന്നു. ഞാൻ ബൈബിൾ വായിക്കുന്നു, ആ വചനം എനിക്ക് എൻ്റെ ജീവിത വഴികളിൽ എനിക്കൊരു പ്രകാശമായിട്ടുണ്ട്. അത് ഞാൻ എവിടെ ചെന്നാലും അത് ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഞാൻ അനുധാവനം ചെയ്യുന്ന എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രായോഗിക തലങ്ങൾ കൂടി ക്ലബ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വിശ്വാസം ജീവിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല, ആ വിശ്വാസത്തിന് ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യം കൊടുക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനമെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ, അതായത് സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ജീവിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. കാരണം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മമാർ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമുക്ക് വേറെ ഒരു മുഖങ്ങളില്ലായിരുന്നു, നമ്മളത് വിശ്വസിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിൽ എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരൊന്ന് വെരിഫൈ ചെയ്തിട്ടേ ഇപ്പോഴത്തെ ജനത. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ സാക്ഷ്യം നമ്മളുടെ ജീവിതത്തിൽ. കാരണം ഇത് ഫ്രാൻസിസ് പാപ്പ മാത്രമല്ല, അത് പോളാറാമൻ മാർപ്പാപ്പ മുതൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ജോൺ 23-ാമൻ മാർപ്പാപ്പയാണ് വിളിച്ചേർത്ത് നമുക്കൊക്കെ അറിയാം. അതിനുശേഷം അതിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്നത് പോളാറാമൻ മാർപ്പാപ്പയാണ് ആ കൗൺസിൽ സമാപിപ്പിക്കുന്നത്. അദ്ദേഹം എഴുതിയ എവാഞ്ചലി നുൻസിയാന്തി, സുവിശേഷവൽക്കരണം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പീപ്പിൾ വിൽ ലിസൺ മോർ ടു വിറ്റ്നസ് ദാൻ ടു പ്രീച്ചേഴ്സ്. പ്രഘോഷകരെക്കാൾ ഇന്ന് സാക്ഷികളെയാണ് ജനം സ്വീകരിക്കുക. ആ ഒരു തലമാണ് കൂടുതലായിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് പുതിയതായിട്ടുള്ള സഭാ തലങ്ങളിൽ അതിനുള്ള മാറ്റങ്ങൾ, അതായത് ജനങ്ങളോടുകൂടെ ജീവിക്കുക. ഇപ്പം പലപ്പോഴും നമുക്ക് തന്നെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്, നമ്മളോടുകൂടെ ആയിരിക്കുമ്പോൾ വേറൊരു തരത്തിലുള്ള. കാരണം ഈ സഭാ നേതാക്കളും അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. അവർക്ക് പ്രത്യേക വരം ലഭിച്ചു, അവർ ദൈവത്തിൻ്റെ ആ ഒരു ധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മോട് ഒത്തൊരുമിച്ച് പോകാനുള്ള ഒരു ശ്രമം ഈ സീറോ മലബാർ സഭയിലും ഭാരത സഭയിലും എത്രമാത്രം വളർന്നു വരുന്നുണ്ട് ഈ കാലഘട്ടങ്ങളിൽ. ഈ ഒരു പാർട്ടിസിപ്പേറ്ററി ചർച്ച്, പങ്കാളിത്ത സഭ എന്ന് പറയുന്നത് അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ വത്തിക്കാനിൽ വെച്ച് സമാപിച്ച സിനഡിൻ്റെ പ്രത്യേകമായുള്ള പ്രമേയത്തിൽ പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിയൻ ആൻഡ് മിഷൻ, പങ്കാളിത്തം, കൂട്ടായ്മ, പ്രേക്ഷിതത്വം, ഈ 3 തലങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ഒക്കെ നടന്നതായിട്ട് നമുക്കൊക്കെ അറിയാം. എന്നാൽ എന്തുമാത്രമാണ് സഭ ഒരു പാർട്ടിസിപ്പേറ്ററി ചർച്ചായി മാറിയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് അല്പം കൂടിയും ഗൗരവമായ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ചോദിച്ചിട്ടേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഇതാണോ പങ്കാളിത്ത സഭ? നമുക്കൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്, നമുക്ക് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അധികാരത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചില തലങ്ങളുണ്ട്. എന്നാൽ നമ്മുടേതായിട്ടുള്ള പങ്കാളിത്തത്തോടുകൂടി ചെയ്യേണ്ട ചില തലങ്ങളുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് പങ്കാളിത്തമാണ്, എല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന അത് ഒരു പക്ഷേ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് ജർമ്മൻ ചർച്ചൊക്കെ ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ച്, കൂടുതലായിട്ട് പങ്കാളിത്തത്തിലേക്ക് സഭ മാറാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ പറയുന്നൊരു ഡിഫറൻസ് ഇല്ലാതായി. ക്ലർജി പ്ലസ് ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നൊരു ഡിഫറൻസ് പോലും വരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഒരു ക്ലെരിക്കലിസം നമുക്ക് വളരെ അപകടവുമാണ്. വൈദികരെ മാത്രം ആശ്രയിച്ചുകൊണ്ടൊരു സഭ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് ലോകം മാറേണ്ടതുണ്ട്. പങ്കാളിത്തം നൽകേണ്ട മേഖലകളിൽ കൃത്യമായിട്ട് പങ്കാളിത്തത്തോടു കൂടെ തന്നെ സഭ പ്രവർത്തിക്കണമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് ഞാൻ 100% അംഗീകരിക്കുന്നു. എന്നാൽ അതിന് ഒരു ഫ്രോണ്ടിയർ, അതിനൊരു അതിര് നിശ്ചയിക്കുന്ന ഏതായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കുറേയും കൂടി കൃത്യമായ രീതിയിലുള്ള പ്രബോധനങ്ങളും പഠനങ്ങളും ചർച്ചകളും
പൊതു തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത് അത് വലിയൊരു ആവശ്യവുമാണ്.